ഹലോ ഓൾ വെൽക്കം ടു പി കെ ലേണിങ്സ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ PYQ സീരീസിൻ്റെ അടുത്തൊരു സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് RBI ആൻഡ് മോണിറ്ററി പോളിസിയാണ്. അപ്പോൾ ആക്ച്വലി RBI ആൻഡ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്കിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന് 3 പാർട്ട് നമ്മൾ ഓൾറെഡി എടുത്തിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് ചോദിക്കുന്ന ഒരു റിലവൻ്റ് ആയിട്ടുള്ള വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു പാർട്ടാണ് ശരിക്കും ഈ RBI എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു റെലവൻസ് പരിഗണിച്ച് RBIയുടെ പോളിസീസിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊരു സെപ്പറേറ്റ് പാർട്ടായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ RBI ആൻഡ് മോണിറ്ററി പോളിസി എന്ന് പറയുന്ന ഒരു സെഷൻ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. 2020 ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ കോൾ മണി മാർക്കറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ. ആരാണ് കോൾ മണി മാർക്കറ്റിലെ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. RBIയുമായിട്ട് ഡയറക്റ്റ്ലി എന്ന് പറഞ്ഞാൽ ക്ലോസ് കോൺടാക്റ്റ് എന്നല്ല, ഒരു ഓവർസൈറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ടോപ്പിക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ കോൾ മണി മാർക്കറ്റ് എന്താണെന്ന് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ പ്രൈമറിലി നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ്, RBI, സെബി ആൻഡ് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത് ആര് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് കയറി RBI എഴുതാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ മനസ്സിലാക്കുക, ഇത് എല്ലാ കാര്യങ്ങളും RBIയുടെ ഓവർസൈറ്റുള്ള കാര്യങ്ങളും RBI ഡയറക്റ്റ്ലി റെഗുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ കേസിൽ കുറച്ച് ഡിഫറൻ്റ് ആണ്. നമുക്കതിൻ്റെ ആൻസർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കോൾ മണി മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBIയോ സെബിയോ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഓർഗനൈസേഷൻസോ ഒന്നല്ല. പക്ഷേ ദ കോൾ മണി മാർക്കറ്റ് ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് ദ മണി മാർക്കറ്റ് വെയർ ദ ഫണ്ട്സ് ആർ ബോറോഡ് ആൻഡ് ലെൻഡ് ഫോർ എ വെരി ഷോർട്ട് പീരീഡ്. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് കോൾ മണി മാർക്കറ്റ് എന്താണെന്നാണ്. അതായത് വളരെ ഷോർട്ട് പീരീഡിൽ ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ് ഈ കോൾ മണി മാർക്കറ്റിൽ നടക്കുന്നത്. അതായത് ബാങ്കുകൾക്കിടയിൽ പെട്ടെന്നുണ്ടാകുന്ന ഫണ്ട് ഷോർട്ടേജുകൾക്ക്, ഇപ്പോൾ ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് പറയും, RBI കൊടുക്കുന്ന ചില റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് പൈസ മാനേജ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യുന്ന പരിപാടിയാണ് സത്യം പറഞ്ഞാൽ ഈ കോൾ മണി മാർക്കറ്റിൽ നടക്കുന്നത്. അതൊരു ഓവർനൈറ്റ് ട്രാൻസാക്ഷൻസ് ആയിരിക്കാം. മോസ്റ്റ് സമയങ്ങളിലും ഓവർനൈറ്റ് 1 ഡേ ട്രാൻസാക്ഷൻസ് ആയിരിക്കാം നടക്കുന്നത്. അപ്പോൾ അത് അവിടെയുള്ള ഇൻട്രസ്റ്റ് റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾ റേറ്റ് എന്ന് പറയുന്നത്. ഈസ് നോട്ട് ഫിക്സഡ് ബൈ റെഗുലേറ്റർ ബൈ ദ RBI പോലും റെഗുലേറ്റർ അല്ല അവിടെ തീരുമാനിക്കുന്നത്, ഈ റേറ്റ് തീരുമാനിക്കുന്നത്. ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അവിടുത്തെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ഈ കാര്യം തീരുമാനിക്കുന്നത്. അതായത് ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. അതായത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ തമ്മിൽ, ബാങ്കുകൾ തമ്മിൽ ഇന്റർ ബാങ്ക് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ പ്രധാനമായിട്ടും അവിടെ ഫാക്ടർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കപ്പെടുന്നത് ഈ ലെൻഡേഴ്സും ബോറോവേഴ്സും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ അവിടുത്തെ ഡിമാൻഡും സപ്ലൈ അനുസരിച്ചിട്ടാണ് ഇവിടുത്തെ റേറ്റ് തീരുമാനിക്കപ്പെടുന്നത്. The rate fluctuates throughout the day based on the liquidity needs of the borrowers. Usually, commercial banks needing to meet cash reserve requirements and the availability of funds from the lenders, the banks or insurance companies with surplus cash. കൂടുതൽ പൈസ കയ്യിലുള്ള ബാങ്കുകൾ കുറവുള്ളവർക്ക് കൊടുക്കുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് എന്നതിനെ തീരുമാനിച്ചിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ക്യാഷ് കുറവുള്ള സമയത്ത് ഡിമാൻഡ് കൂടുതലും അവരുടെ കയ്യിലുള്ള സപ്ലൈ കുറവാണെങ്കിൽ റേറ്റ് ഭയങ്കരമായിട്ട് കൂടും. എന്നാൽ അവർക്ക് ഡിമാൻഡ് കുറവാണ്, അതായത് ഒരുപാട് പൈസ വേണ്ട, ഇവരുടെ കയ്യിൽ സർപ്ലസ് മണി കൂടുതലാണെങ്കിൽ ഈ പറയുന്ന റേറ്റ് കുറവായിരിക്കും. ഇങ്ങനെയാണ് റേറ്റ് തീരുമാനിക്കപ്പെടുന്നത്. സപ്ലയേഴ്സും ഈ വാങ്ങുന്നവരും ബോറോവേഴ്സും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻസും പിന്നെ ഈ സമയത്ത് അവൈലബിലിറ്റി, ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഒരു ബന്ധവും കണക്കിലെടുത്താണ് റേറ്റ് തീരുമാനിക്കപ്പെടുന്നത്. While the RBI influences the call rate indirectly through its monetary policy, the actual rate at any given moment is agreed upon by the market participants themselves. അപ്പോൾ റേറ്റ് തീരുമാനിക്കപ്പെടുന്നത് നമ്മൾ പറഞ്ഞ മാർക്കറ്റ് ഫോഴ്സസ് ആണെങ്കിലും അവിടെ ഒരു RBIയുടെ ഒരു റെഗുലേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻസ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ RBI അതിന് ഓവർസൈറ്റ് എങ്കിലും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ ഇതിന് ചോദ്യം ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ആരാണ്, റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്. അപ്പോൾ RBI ഇവിടെ കോൾ മണി മാർക്കറ്റിൽ ഡയറക്റ്റ്ലി റെഗുലേറ്റ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ RBI എന്ത് ചെയ്യുന്നു, ഇതിനൊരു ഓവർസെറ്റ് ചെയ്യുന്നു. അതായത് ഇതിനെ ഇടയ്ക്കിടയ്ക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു കാര്യത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോ, റിവേഴ്സ് റിപ്പോ പോലത്തെ റേറ്റുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് റിപ്പോ റേറ്റ് കൂട്ടുകയോ CRR കൂട്ടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ബാങ്കുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു പൈസയുടെ ആവശ്യം വരികയും, അപ്പോൾ അത്തരത്തിലുള്ള ഡിമാൻഡ് വരുന്ന സമയങ്ങളിൽ ബാങ്കുകൾ നിർബന്ധിതരാകും പെട്ടെന്ന് പൈസ ബോറോ ചെയ്യാം, വേറെ ബാങ്കുകളിൽ നിന്ന് ബോറോ ചെയ്യാം. അപ്പോൾ ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുകയും അങ്ങനെ റേറ്റുകൾ ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ RBIക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു തരത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ റെഗുലേറ്റ് ചെയ്യുന്നത് ആരല്ല, ഡയറക്റ്റ്ലി റെഗുലേറ്റ് ചെയ്യുന്ന RBI അല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ദ ഹയർ ക്യാഷ് റിസർവ് റേഷ്യോ വിൽ ലീഡ് ടു. ഹയർ ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ CRR എന്ന് നമ്മൾ പറയും. ഈ CRR കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ CRR എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. CRR കൂടുമ്പോഴും കുറയുമ്പോഴും എന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഹയർ വോളിയം ഓഫ് ക്രെഡിറ്റ്, ലോവർ വോളിയം ഓഫ് ക്രെഡിറ്റ്, നോട്ട് അഫക്ട് ദ വോളിയം ഓഫ് ക്രെഡിറ്റ് ആൻഡ് നൺ ഓഫ് ദിസ്. അപ്പോൾ ഇത് ക്രെഡിറ്റ് കൊടുക്കുന്നതിന് വോളിയം കൂടുമോ കുറയുമോ ഒന്നും സംഭവിക്കുന്നില്ലേ, ഇതൊന്നും അല്ല എന്നുള്ളൊരു ഉത്തരങ്ങളാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്.
അപ്പോൾ എന്താണ് CRRൻ്റെ എഫക്റ്റ്, എന്താണ് CRR എന്നുള്ള കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. The CRR is a percentage of the bank's total deposits that must be maintained as liquid cash with the Reserve Bank of India. മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് പണം ഒരുപാട് ഒഴുകുകയാണ്. അതായത് ആളുകളിലേക്ക് പണം എത്തുന്നത് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാണ്. RBIക്ക് നേരിട്ട് ആളുകളുമായിട്ട് എന്താണ് ഈ ഫിനാൻഷ്യൽ ഇടപാടുകളൊന്നുമില്ല. ഈ ബാങ്കുകൾ വഴിയാണ് ഇടപാടുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്തോ ഡീഫ്ലേഷൻ കൂടുന്ന സമയത്തോ, അതായത് പണത്തിന് ആവശ്യം വരികയോ വരാതിരിക്കുകയോ ചെയ്യുന്ന സമയത്തിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് RBI ആണ്, ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി. ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൂൾസും ആര് ഉപയോഗിക്കാറുണ്ട്? RBI ഉപയോഗിക്കാറുണ്ട്. അതിൽ പെടുന്നതാണ് നമ്മുടെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നൊക്കെ പറയുന്ന റേറ്റുകൾ. അതിൽ പെടുന്ന മറ്റൊരു സാധനമാണ് CRRും SLRും, അതായത് ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ CRR എന്ന് പറയുന്ന വാല്യൂ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അപ്പോൾ CRR അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, SLRോടുള്ള വ്യത്യാസം എന്താണ്? CRR എന്ന് പറയുന്നത് ഇവർ RBIയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന പൈസയാണ്. അവരുടെ ടോട്ടൽ അവരുടെ കയ്യിലുള്ള പൈസയുടെ ഒരു പർട്ടിക്കുലർ ശതമാനം ഇവർ RBIയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. അതായത് പെട്ടെന്ന് CRRൻ്റെ റേറ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റിൽ ഒരുപാട് പൈസ അവൈലബിൾ ആണ്. അപ്പോൾ ആളുകളുടെ കയ്യിലേക്ക് എന്താണ് ഈ ലോണുകളായിട്ടും പൈസ ആയിട്ടൊന്നും ഒരുപാട് കൊടുക്കാതിരിക്കണം. അതായത് ഓൾറെഡി ഇൻഫ്ലേഷൻ പോലത്തെ റേറ്റുകൾ കൂടുതലാണെങ്കിൽ ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ പൈസ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, നോട്ടിൻ്റെ വാല്യൂ ഒക്കെ വീണ്ടും കുറയുകയുള്ളൂ. അത്തരത്തിലുള്ളൊരു കണ്ടീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, RBI CRR പോലത്തെ റേറ്റ് കൂട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ബാങ്കുകളുടെ കയ്യിലുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ കൊടുക്കാതെ അവരുടെ കയ്യിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ RBIയുടെ കയ്യിലേക്ക് കൊടുക്കണം എന്നൊരു ഒരു മാൻഡേറ്റ് ആര് വെക്കുന്നു, RBI വെക്കുന്നു. അത്തരത്തിൽ RBIയുടെ കയ്യിലേക്ക് കൊടുക്കേണ്ട, അവരുടെ മൊത്തം പൈസയിൽ നിന്നും RBIയുടെ കയ്യിലേക്ക് കൊടുക്കേണ്ട ഒരു പൈസ തന്നെയാണ് നമ്മൾ എന്ത് പറയുക, സിമ്പിളായിട്ട് പറഞ്ഞാൽ CRR എന്ന് പറയുന്നത്. അപ്പോൾ ആ CRR കൂട്ടുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന മാർക്കറ്റിലേക്ക് കൊടുക്കുന്ന പൈസയുടെ എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. ലെൻഡിങ് കപ്പാസിറ്റി, ദാറ്റ് മീൻസ് when the RBI increases the CRR, the commercial banks are required to keep a larger portion of their deposits in reserve with the central bank. അവരുടെ കയ്യിലുള്ള പൈസയുടെ ഒരു വലിയ ശതമാനം എവിടെ കൊണ്ടുവയ്ക്കണം, RBIയുടെ കയ്യിൽ കൊടുക്കണം. This directly reduces the amount of loanable funds or excess reserves available for banks to lend to business and consumers. നാട്ടിലുള്ള ബിസിനസ്സുകാർക്കും കൺസ്യൂമേഴ്സിനൊക്കെ കൊടുക്കുന്ന പൈസയുടെ വലിയൊരു ചങ്കും എന്ത് ചെയ്യുന്നു, അപ്പോൾ കൊടുക്കാൻ പറ്റാതെ RBIയുടെ കയ്യിലേക്ക് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, മണിയുടെ ഫ്ലോ കുറയുന്നു എന്ന് മനസ്സിലാക്കുക. Credit creation. Since banks create credit through a cycle of lending and redepositing, a higher CRR shrinks the money multiplier. This means the banking system as a whole can generate fewer ന്യൂ ലോൺസ് ഫ്രം ഈച്ച് യൂണിറ്റ് ഓഫ് ഡിപ്പോസിറ്റ്. അതായത് പ്രധാനമായിട്ട് മനസ്സിലാക്കുക മണി മൾട്ടിപ്ലയർ എഫക്റ്റ്. അതായത് മണി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുന്ന പൈസ വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ നമ്മളതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ പൈസ മറ്റൊരാൾക്കാർക്ക് നമ്മളിത് കൊടുക്കുന്നത്, ഈ പൈസയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ടോ അല്ലാതെ നമ്മൾ മറ്റൊരാൾക്കാർക്ക് കൊടുക്കുന്നത്. ഇത് എന്ത് ചെയ്യുന്നു, ഇത് വാങ്ങുന്ന ആളുടെ പൈസ കൊണ്ടുവന്ന് വീണ്ടും ബാങ്കിലിടുന്നു. അപ്പോൾ ഒരേ പണം തന്നെ ഒന്ന് കറങ്ങി തിരിച്ച് ബാങ്കിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ അതെന്ത് ചെയ്തു, ലോണായിട്ട് പോയ എമൗണ്ട് പിന്നീട് എന്താണ് ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അത് വീണ്ടും ബാങ്കുകൾ എന്ത് ചെയ്യുന്നു, അടുത്ത ആൾക്ക് വീണ്ടും ലെൻഡ് ചെയ്യുന്നു. അയാൾ അത് വെച്ചിട്ട് പുതിയ സാധനം വാങ്ങുന്നു, പുതിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഒരാളുടെ കയ്യിൽ പൈസ കൊടുക്കുന്നു, അയാൾ അതുകൊണ്ട് വീണ്ടും ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ കറങ്ങുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, മണി മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് പറയാം. മണി മൾട്ടിപ്ലയർ എഫക്റ്റ്. അപ്പോൾ ഈ മണി മൾട്ടിപ്ലയർ എഫക്റ്റ് കുറയാനായിട്ട് CRR റേറ്റ് കൂടുമ്പോൾ കാരണമാകുമെന്ന് മനസ്സിലാക്കുക. ഇൻട്രസ്റ്റ് റേറ്റ്. ആസ് എ സപ്ലൈ ഓഫ് ക്രെഡിറ്റ് ടൈറ്റൻസ്, ദ ബാങ്ക്സ് ഓഫൺ ഇൻക്രീസ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ടു മെയിൻറ്റെയിൻ പ്രോഫിറ്റബിലിറ്റി, വിച്ച് ഫർദർ ഡിസ്കറേജസ് ബോറോവിംഗ് ആൻഡ് റെഡ്യൂസസ് ഓവറോൾ വോളിയം ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ ക്രെഡിറ്റ് വോളിയം കുറയുന്നതിൻ്റെ റീസണാണ് നമ്മൾ പറഞ്ഞത്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്നു, സപ്ലൈ ഓഫ് ക്രെഡിറ്റ് കുറയുന്ന സമയത്ത് ബാങ്കുകൾ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂട്ടുന്നു. അവർക്ക് പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ കൊടുക്കാനുള്ള പൈസ കുറഞ്ഞാൽ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബോറോവിങ്സ് വീണ്ടും കുറയാനായിട്ട് കാരണമാകുന്നു. അത് ക്രെഡിറ്റ് ഫ്ലോയിനെ വീണ്ടും അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ CRR SLR പോലത്തെ റേറ്റ് കൂടി കഴിയുമ്പോൾ മണിയുടെ ഔട്ട്ഫ്ലോ എന്ത് ചെയ്യുന്നു, കുറയാനായിട്ട് കാരണമാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് നോട്ട് ഇൻക്ലൂഡ്. എന്താണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്? ഇത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ നിന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, ആർക്ക് പൈസ കൂടുതൽ കൊടുക്കണം, ഒരു പ്രയോറിറ്റി സെക്ടർ, ഒരു സെക്ടറിനെ പ്രയോറിറ്റൈസ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് പൈസ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. അങ്ങനെ കൊടുക്കണമെങ്കിൽ എന്താണ്, ആ ഒരു മേഖലയ്ക്ക് കൂടുതൽ വികസനം ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഓൾറെഡി പുറകോട്ട് നിൽക്കുന്ന ഒരു മേഖലയെ നമ്മൾ എന്ത് ചെയ്യുന്നു, മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഓപ്ഷനിൽ ബെറ്റർ ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അഗ്രികൾച്ചർ ഉണ്ട്, ഹൗസിംഗ് ഫിനാൻസ് ഉണ്ട്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രീസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കായിരിക്കും? എന്തായാലും അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവർക്ക് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു നീഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കാൻ പറ്റും. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വളർത്താൻ ആഗ്രഹിക്കുന്ന ചെറുകിട ഇൻഡസ്ട്രീസ് ആണ്. അവർക്ക് എപ്പോഴും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എപ്പോഴും വേണമെന്നറിയാം. അപ്പോൾ കമ്പാരിറ്റീവ്ലി എപ്പോഴും നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് ഈ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് നമ്മൾ ഒരുപാട് പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല. അപ്പോൾ നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ്, ഒരു കൈസഹായം ആവശ്യമുള്ളത് ആർക്കായിരിക്കും? ഈ അഗ്രികൾച്ചറിനും ഹൗസിംഗ് ലോൺസിനും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പോലെയുള്ള കാര്യങ്ങൾക്കായിരിക്കും. അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി ലാർജ് സ്കെയിൽ ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക.
Priority sector lending consists of lending to sectors of the economy that impact larger sections of the population but may otherwise struggle to receive adequate credit. അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് വേണ്ട സമയത്ത് കിട്ടുന്നില്ല എന്നുള്ളതും അവർക്ക് വേണ്ടത്ര ശ്രദ്ധ വേണം, കാരണം പോപ്പുലേഷൻ ആ ഒരു സെക്ടറിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന പോപ്പുലേഷൻ വളരെ കൂടുതലാണെന്നും മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻക്ലൂഡ് സെക്ടർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അഗ്രികൾച്ചർ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, അതായത് MSMEകൾ, അഗ്രികൾച്ചറുകൾ, ഹൗസിംഗ്, എഡ്യൂക്കേഷൻ, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി, വീക്കർ സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷൻ, ഇങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എക്സ്ക്ലൂഡ് എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് പ്രധാനമായിട്ടും. ആർ ജനറലി നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ പ്രയോറിറ്റി സെക്ടർ ആസ് ദേ ഹാവ് എ ബെറ്റർ ആക്സസ് ടു ഫോർമൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഡു നോട്ട് റിക്വയർ ദ സെയിം ടാർഗറ്റഡ് ക്രെഡിറ്റ് സപ്പോർട്ട്. ബാക്കി നമ്മൾ പറയുന്ന മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷനോ അല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് വളരെയധികം ആവശ്യമുള്ള ഒരുപാട് ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രീസിലോ അല്ലാത്ത ആളുകളാണ് എന്ത് പറയുക, നമ്മൾ ഈ ലാർജ് സ്കെയിൽ വരും. അപ്പോൾ ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത്ര ലെൻഡിങ് ഹാൻഡ് നമുക്ക് ആദ്യം ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പീരീഡ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ആണ്. മാർക്ക് ചെയ്ത് വയ്ക്കുക. ദ RBI ഡാഷ് സെക്യൂരിറ്റീസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക എന്താണ്, ഓപ്പൺ മാർക്കറ്റിൽ RBI ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. RBIയുടെ ഫംഗ്ഷൻസ് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം OMO, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നതാണ് RBIയുടെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. മാർക്കറ്റിലേക്ക് നേരിട്ട് ഇറങ്ങി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ചില മാർഗ്ഗങ്ങൾ നടപ്പിലാക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് എന്താ ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് ചെയ്യുന്ന പല കാര്യങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് പോലത്തെ റേറ്റുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു, CRR SLR പോലത്തെ റേറ്റുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൂട്ടുന്നത് വഴി എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സപ്ലൈ കുറയ്ക്കാമെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവരെ സെക്യൂരിറ്റീസിനെ എന്ത് ചെയ്യുന്ന, അതായത് ഇൻഫ്ലേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ പണപ്പെരുപ്പ് വരുന്ന സമയത്ത് ഈ പറയുന്ന സെക്യൂരിറ്റീസിനെ RBI എന്താണ് ചെയ്യാൻ പോകുന്നത്, അത് കൊടുക്കുകയാണോ, വാങ്ങുകയാണോ, കൺവേർട്ട് ചെയ്യണോ, അത് കൺട്രോൾ ചെയ്യണോ, എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ RBIയുടെ ആ ഒരു ഫംഗ്ഷൻ, സെക്യൂരിറ്റീസിനെ എന്ത് ചെയ്താൽ മാർക്കറ്റിലുള്ള മണി, അതായത് ഇൻഫ്ലേഷൻ വരുമ്പോൾ പണപ്പെരുപ്പാണല്ലോ, പണപ്പെരുപ്പ് എന്ന് പറഞ്ഞാൽ പണം കൂടുതലാണ്, പണത്തിനെ എന്ത് ചെയ്യണം, RBI സപ്പോർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് RBI ഈ പറയുന്ന സെക്യൂരിറ്റീസിനെ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. RBI or Reserve Bank of India uses the open market operations to control the money supply in the economy. അപ്പോൾ എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ചെയ്യുന്നത് വഴിയാണ് RBI മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നത്. ദ ഗോൾ എന്ന് പറയുന്നത് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ ദർ ഈസ് ടു മച്ച് മണി സർക്കുലേറ്റിംഗ് ഇൻ ദ ഇക്കോണമി. അതായത് ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, മണി കൂടുതലായിരിക്കും, മണി സർക്കുലേറ്റ് ചെയ്യുന്നത് കൂടുതലായിരിക്കും, വിച്ച് ഡ്രൈവ്സ് ദ പ്രൈസസ് അപ്പ്. അതായത് മണീനെ എന്ത് ചെയ്യുന്നു, പ്രൈസസിനെ പെട്ടെന്ന് കൂടുതലായിട്ട് കാരണമാകുന്നു എന്ത് ചെയ്യുന്നു, ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരും വരുമ്പോൾ. RBI നീഡ്സ് ടു മോപ്പ് അപ്പ് റെഡ്യൂസ് എക്സസ് ലിക്വിഡിറ്റി. അപ്പോൾ ലിക്വിഡിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ആ സമയത്ത് RBIയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് RBI എന്ത് ചെയ്യണം, ദെൻ RBI ഓർ ദ Reserve Bank of India sells the government securities like bonds to commercial banks and public. RBIയുടെ കയ്യിലിരിക്കുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ട്രസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനാണ് നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയാം. അതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താണ്, സെക്യൂരിറ്റി കൂടുതലാണ്, നമുക്ക് ഒരു ഉറപ്പുള്ള സാധനമാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ RBIയുടെ കയ്യിലിരിക്കുന്ന ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ബോണ്ടുകളെ നമുക്ക് എന്ത് ചെയ്യുന്നു, അവർ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനോ പബ്ലിക്കിനോ വിൽക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഈ സാധനം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ആളുകൾ അവരുടെ കയ്യിൽ ഓൾറെഡി ഇൻഫ്ലേഷൻ ആയതുകൊണ്ട് കുറേ പൈസ ഉണ്ട്. അപ്പോൾ ഈ പൈസ കൊടുത്ത് ഗവൺമെൻറ് ബോണ്ടുകൾ ആളുകൾ വാങ്ങുന്നു. അപ്പോൾ ഈ വാങ്ങുന്ന പൈസ മുഴുവൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് RBIയുടെ കയ്യിൽ വരുന്നു. ഇൻ എഫക്റ്റ് എന്ത് സംഭവിക്കുന്നു, ഈ മാർക്കറ്റിൽ ഇറങ്ങുന്ന എക്സസ് മണി മുഴുവൻ എന്ത് ചെയ്യാൻ പറ്റുന്നു, RBIക്ക് സപ്പോർട്ട് ചെയ്ത് അവരുടെ കയ്യിൽ വയ്ക്കാൻ പറ്റുന്നു. പകരം സെക്യൂരിറ്റൈസ് ചെയ്ത എന്ത് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആളുകളുടെ കയ്യിലേക്കും ഈ പബ്ലിക്കിൻ്റെ കയ്യിലേക്കും കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ കയ്യിലേക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് എന്താണ്, വെൻ ബാങ്ക്സ് ബൈ ദി സെക്യൂരിറ്റീസ് ദേ പേ ദ RBI വിത്ത് ക്യാഷ്. അപ്പോൾ ഈ ബാങ്കുകളാണ് ഇത് വാങ്ങുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അത് അവർ പൈസയാണ് കൊടുക്കുന്നത്. ദിസ് റെഡ്യൂസസ് ദ ബാങ്ക്സ് ക്യാഷ് റിസർവ്സ്, മീനിങ് ദേ ഹാവ് ലെസ് മണി ടു ലെൻഡ് ടു ദ കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇത്തരത്തിൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഈ കസ്റ്റമേഴ്സിന് ബാങ്കുകൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് കൊടുക്കുമ്പോൾ മണിയാണ് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ആളുകൾക്ക് കൺസ്യൂമേഴ്സിന് കൊടുക്കാനുള്ള പൈസ എന്നാണ് ഇത് കുറയുന്നത്. അപ്പോൾ ടോട്ടലി ഇൻഫ്ലേഷൻ കൺട്രോൾഡ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു. By reducing the amount of money available to loans, spending decreases, which eventually helps bringing down the rate of inflation. ഇൻഫ്ലേഷൻ റേറ്റ് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിലുള്ള ടോട്ടൽ മണിയുടെ എമൗണ്ട് കുറയുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് കുറയാനായിട്ട് കാരണമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഓൺ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. RBI എന്നാണ് ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയത്. RBIയുടെ ആക്റ്റും RBIയുടെ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങിയ വർഷം തമ്മിലൊരു കൺഫ്യൂഷൻ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ 953 ആണോ, 45 ആണോ, 32 ആണോ, 35 ആണോ? നമുക്കറിയാം 35 എന്ന് പറയുന്നത് RBIയുടെ ഇയർ ആണെന്ന് നമുക്കെല്ലാവരും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ April 1, 1935. ഓപ്ഷൻ ഡി തന്നെയാണ്. 1935 April 1 എന്ത് ചെയ്യാൻ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങിയത്, RBI ഫംഗ്ഷൻ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ April 1 മുതലാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇറ്റ് വാസ് സെറ്റപ്പ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഹിൽട്ടൺ യങ് കമ്മീഷൻ. RBI തുടങ്ങിയത് ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷനോട് കൂടിയാണ്. 1934 RBI ആക്ട് വന്നു, 35 RBI പ്രവർത്തിക്കാൻ തുടങ്ങി. ആരുടെ റെക്കമെൻഡേഷൻ വഴിയാണ്, ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ വഴിയാണ്. ദ സ്റ്റാറ്റ്യൂട്ടറി ബേസിസ് ഫോർ ദിസ് ഓപ്പറേഷൻസ് വാസ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. 34 RBIയുടെ ആക്ട് വരുന്നു.
Well, this started as a privately owned bank in 1935. It was later nationalized in 1949 to become fully owned by the government of India. ആദ്യം RBI വരുന്ന സമയത്ത്, RBI ആക്ട് വരുന്ന സമയത്ത് ഒരു ഇന്ത്യൻ ഗവൺമെൻറ് നിലവിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ RBI എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ്ലി ഓൺഡ് ബാങ്ക് ആയിട്ടാണ് വരുന്നത്. 1934 പ്രൈവറ്റ്ലി ഓൺഡ് ബാങ്ക് ആയിട്ടാണ് വരുന്നത്. അതിനുശേഷം ഒരു നാഷണൽ ലെവലിലേക്ക്, അതായത് ഇന്ത്യയുടെ ഇമ്പോർട്ടൻറ്റ് സെൻട്രൽ ബാങ്ക് ആയതുകൊണ്ട് തന്നെ അതിനെ നാഷണലൈസ് ചെയ്യുന്നത് 1949 കാര്യം ഓർക്കുക. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1949 തന്നെ RBIനെ എന്ത് ചെയ്തു, നാഷണലൈസ് ചെയ്തു എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ്. RBI ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. RBI ആക്ട് എന്നാണ് പാസ് ചെയ്തത്, നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 1934 ആണെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓപ്ഷൻ ബി, ദ ആക്ട് വാസ് പാസ്ഡ് ഓൺ ബൈ ദ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ആ 1934 എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് എന്ത് ചെയ്തത്, ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് ഈ പറയുന്ന ആക്ട് പാസ് ചെയ്തത്. അപ്പോൾ 1934 മാർച്ച് 6 അസെൻറ്റ് കൊടുത്തു. 1934 മാർച്ച് 6 അസെൻറ്റ് കൊടുത്തു. ബൈ ദ ആക്ട് വാസ് ഇനാക്റ്റഡ് ഇൻ 1934. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഫീഷ്യലി കമൻസ് ഇസ് ഓപ്പറേഷൻസ് ഇൻ April 1, 1935. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. 1934 മാർച്ച് 6 ഇവർക്ക് അനുമതി കൊടുത്തെങ്കിലും 1935 ഏപ്രിൽ 1 എന്ത് ചെയ്തിട്ടുള്ളത്, ഈ RBIയുടെ ഒഫീഷ്യൽ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബേസിസ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ദ പ്രൈമറി ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ദ ഫംഗ്ഷനിങ് ഓഫ് ദ RBI. ഈ ആക്ട് വഴിയാണ് RBIയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. കീ മാൻഡേറ്റ്സ് എന്ന് പറയുന്നത് ദ ആക്ട് എംപവേഴ്സ് RBI ടു റെഗുലേറ്റ് ദ ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്സ് ആൻഡ് മെയിൻറ്റെയിൻ റിസർവ്സ് ടു സെക്യൂർ മോണിറ്ററി സ്റ്റെബിലിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യക്ക് മോണിറ്ററി സ്റ്റെബിലിറ്റി, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഇൻഫ്ലേഷൻ പോലത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മുടെ മോണിറ്ററി സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷനാണ്, RBIയുടെ ഫംഗ്ഷനാണ്. അതിന് വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഉപയോഗിക്കാറുണ്ട്, RBI ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്, CRR, SLR, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നൊക്കെ പറയുന്നത് ആരാണ്, ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആയിരുന്നു. അത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും, മോറൽ സുവേഷൻ പോലത്തെ പല കാര്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ RBIയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാങ്ക് നോട്ട് ഇഷ്യൂ ചെയ്യുക, ഒരു രൂപ നോട്ട് ഒഴികെ ബാക്കിയുള്ള നോട്ടുകൾ ഇഷ്യൂ ചെയ്യുക, കൂടാതെ മോണിറ്ററി സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഓർ ദ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അൺഒഫീഷ്യൽ നെയിമാണ്. അതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ആണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ചിലപ്പോൾ ഓപ്ഷൻസിൽ കൊടുക്കുന്ന ഇതായിരിക്കും, എൻ്റെ ഒഫീഷ്യൽ നെയിം ആയിരിക്കാം റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ആണ് അതിൻ്റെ ഒഫീഷ്യൽ പേര് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് പറയുന്നത് The RBI has created a specialized financial institution for the ensuring deposits in the banks. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അടുത്ത് മനസ്സിലാക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ആമാണ്. RBI എന്തിന് ക്രിയേറ്റ് ചെയ്തു, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. എന്തിനാണ്, ഫോർ ഇൻഷുറിങ് ദ ഡിപ്പോസിറ്റ് ഇൻ ബാങ്ക്സ്. ബാങ്കുകളിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പൈസ പെട്ടെന്ന് ബാങ്ക് പൊളിഞ്ഞു പോയി എന്ന് സംഭവിക്കും. നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി നമ്മുടെ ജീവിതകാലത്ത് മുഴുവനായിട്ടുള്ളൊരു സമ്പാദ്യമായിരിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന പൈസ ബാങ്ക് പൊളിയുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പൈസയ്ക്ക് ഒരു ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു ഇൻഷുറൻസ് കൊടുക്കാൻ വേണ്ടി, ഒരു ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യുന്നു, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ആര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, RBI ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് IDBI ആണോ, DICGC ആണോ, NABARD ആണോ, എക്സിം ബാങ്ക് ആണോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻസ് നമുക്ക് പേരറിയാമെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ഡെവലപ്മെൻറ്റ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. NABARDിൻ്റെ ഫംഗ്ഷൻ നമുക്ക് അഗ്രികൾച്ചർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് NABARD എന്ന് പറഞ്ഞൊരു റെഗുലേറ്ററി ഏജൻസിയാണ്. അതായത് നമ്മുടെ റൂറൽ മേഖലകളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുമാണ് NABARD ഉള്ളത്. എക്സിം ബാങ്ക് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള 3 എണ്ണം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് ചിലപ്പോൾ ഫുൾ നെയിം അറിയില്ലെങ്കിലും DICGC ആണ് ഇതിലുള്ള ഓപ്ഷൻസിൽ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താണെന്നൊന്ന് പരിശോധിക്കാം. ഓപ്ഷൻ ബി DICGC തന്നെ ആണ്. എന്താണ് DICGC എന്ന് പറഞ്ഞാൽ, ദ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ദി ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. എന്താണ് DICGC എന്ന് പറഞ്ഞാൽ? ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. പേര് സൂചിപ്പിക്കുന്ന തന്നെ ഉണ്ട്. ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് സബ്സിഡിയറി ഓഫ് ദ RBI. അത് RBIയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് സബ്സിഡിയറിയാണ് DICGC. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ടു പ്രൊവൈഡ് ഇൻഷുറൻസ് ഫോർ ബാങ്ക് ഡിപ്പോസിറ്റ് ആൻഡ് ഗ്യാരണ്ടി ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. അതായത് ക്രെഡിറ്റ് കൊടുക്കുന്ന ഫെസിലിറ്റീസിനെ ഇൻഷുർ ചെയ്യുക, സെക്യൂർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് DICGC. അതിന് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. If a bank fails, the DICGC protects the depositors by ensuring they receive their money back up to a certain limit. Currently 5 lakh per depositor. അതായത് പ്രധാനമായിട്ടും ഇപ്പോൾ DICGC പ്രൊട്ടക്ട് ചെയ്യുന്നത് എത്ര രൂപ വരെയാണ്? 5 ലക്ഷം രൂപ വരെയാണ് ഈ ഇൻഷുറൻസ് എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. കവറേജ് എന്ന് പറയുന്നത് ഇറ്റ് കവേഴ്സ് ഓൾ ടൈപ്സ് ഓഫ് ഡിപ്പോസിറ്റ്സ് ഇൻക്ലൂഡിംഗ് സേവിങ്സ്, ഫിക്സഡ് കറണ്ട് ആൻഡ് റിക്കറിംഗ് അക്കൗണ്ട്സ് ഇൻ മോസ്റ്റ് കൊമേഴ്ഷ്യൽ ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. അപ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുക, 5 ലക്ഷം രൂപ വരെ ഈ പറയുന്ന ക്രെഡിറ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഇൻഷുറൻസ് ലിമിറ്റഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് കവേഴ്സ് ഓൾ ടൈപ്സ് ഓഫ് ഡിപ്പോസിറ്റ്, എല്ലാ ടൈപ്പ് ഡിപ്പോസിറ്റുകളെയും, സേവിങ്സ്, ഫിക്സഡ്, കറണ്ട്, റിക്കറിംഗ്. അതായത് ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിനായിട്ട് മാറ്റി നിർത്തുന്നില്ല, എല്ലാത്തിനും ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇൻ മോസ്റ്റ് കൊമേഴ്ഷ്യൽ ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സിലും കോപ്പറേറ്റീവ് ബാങ്ക്സിലും ഒക്കെ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ്, ക്രെഡിറ്റ് ഇൻഷുറൻസ് ആര് കൊടുക്കുന്നുണ്ട്? DICGC
CGC കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി മെൻഷൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടും കൂടെ നമുക്കൊന്ന് പറയാം. IDBI എന്ന് പറയുന്നത് എന്താണ്? ഒറിജിനലി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, അതായത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്ത് ഡെവലപ്മെൻ്റ് ആണ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. നബാർഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറും റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എക്സിം ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായിട്ട് ഇൻ്റർനാഷണൽ ട്രേഡ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നാണ് എന്തിൻ്റെ അർത്ഥം? ഇം എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ടും അതായത് ഇൻ്റർനാഷണൽ ട്രേഡിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിം ബാങ്കും നബാർഡ് അഗ്രികൾച്ചറും റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും IDBI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ക്രെഡിറ്റ് ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ബാങ്കിൻ്റെ കാര്യമാണ് DICGC അഥവാ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുന്നത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് നാഷണലൈസ്ഡ് ഇൻ, അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1934 അതിൻ്റെ ആക്ട് വന്നു, 1935 RBI ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി, 1949 എന്ത് ചെയ്യുന്നത്? അതിനെ നാഷണലൈസ് ചെയ്ത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻസർ ഓപ്ഷൻ ഡി തന്നെ. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് നാഷണലൈസ്ഡ് ഓൺ January 1, 1949 January 1 നമ്മൾ March 6 കാര്യം പറഞ്ഞു 1934. അതിനാണ് അന്ന് എന്ത് ചെയ്തത്? ഈ ആക്ട് അപ്രൂവ് ചെയ്യുന്നത്. 1935 April 1 RBI ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ 1949 January 1 എന്ത് ചെയ്യുന്നത്? RBIനെ നാഷണലൈസ് ചെയ്യുന്നത്. This transition was carried out under the Reserve Bank of India transfer to the Public Ownership Act 1948, which moved the bank's ownership from private shareholders to the government of India. പ്രധാനമായിട്ട് മനസ്സിലാക്കുക, January 1, 1949 ഈ ഒരു ആക്ട് അല്ലെങ്കിൽ ഈ ഒരു നാഷണലൈസേഷൻ നിലവിൽ വന്നെങ്കിൽ, അതായത് ഇതൊരു ആക്ടിൻ്റെ അടിയിലായി ഒരു നാഷണലൈസേഷൻ നടത്തിയത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ്, പബ്ലിക് സെക്ടറിലേക്ക് മാറ്റുന്നു. ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ട് 1948 ആക്ട് വരുന്നത്. 1949 നാഷണലൈസേഷൻ January 1 തന്നെ നടപ്പിലാക്കി. അതായത് ബാങ്കിന് ഓണർഷിപ്പ് പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 48 ആക്ടും 49 January 1 ഇത് നിലവിൽ വരികയും ചെയ്തു. ഇപ്പോൾ കീ ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓർഡറിൽ ഓർത്തിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ 1926 വന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഒരു ഓപ്ഷനിൽ 1926 ഉണ്ടായിരുന്നു. അത് വെറുതെ കൊടുത്തിരിക്കുന്നതല്ല, റെലവൻസ് ഉണ്ട്. 34, 35, 49 RBIയുമായിട്ട് ബന്ധപ്പെട്ട 4 പ്രധാനപ്പെട്ട വർഷങ്ങൾ നമ്മൾ ഒറ്റയടിക്ക് പറയുകയാണ്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ അഥവാ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. നമ്മൾ പറഞ്ഞൊരു ഒഫീഷ്യൽ നെയിമാണ് എന്ത്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത് ആരുടെ? ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ. അപ്പോൾ ഈ ഹിൽട്ടൺ യങ് കമ്മീഷൻ വന്നത് 1926 കാര്യം മനസ്സിലാക്കുക. അതാണ് 1926 റെലവൻസ് എന്ന് പറയുന്നത്. അവരാണ് എന്ത് ചെയ്തത്? സെൻട്രൽ ബാങ്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഐഡിയ ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം 1934 RBIയുടെ ആക്ട് വരുന്നത്. March 6 എന്ത് ചെയ്തു? RBIയുടെ ആക്ട് അംഗീകരിച്ചു? ഈ പറഞ്ഞ റോയൽ കമ്മീഷൻ അംഗീകരിച്ചു, പറഞ്ഞ ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിച്ചു. പ്രൊവൈഡിംഗ് ദ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ദ ബാങ്ക്. 1935 RBI അവരുടെ ഓപ്പറേഷൻസ് April 1 മുതൽ ആരംഭിക്കുന്നത്. അവരുടെ പ്രൈവറ്റ്ലി ഓൺഡ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് 1935. അതിനുശേഷം 1945 RBIനെ നാഷണലൈസ് ചെയ്യുന്നത്. 1949 January 1 RBI നാഷണലൈസ് ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലേക്ക് മുഴുവനായിട്ട് ഇത് വന്നു. 1926 ആര് വന്നു? ഹിൽട്ടൺ യങ് കമ്മീഷൻ അഥവാ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് വന്നു. 34 RBIയുടെ ആക്ട് March 6 വരുന്നു. 1935 April 1 മുതൽ ബാങ്ക് ഫംഗ്ഷൻ ചെയ്യാൻ ആരംഭിക്കുന്നത്. 49 ബാങ്കിനെ നാഷണലൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇത്രയും എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോവിങ്. അതായത് പ്രധാനമായിട്ടും ആലോചിക്കുക, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. SLR ഇസ് ലോവർ ദാൻ CRR. നമുക്കറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആലോചിക്കാൻ പറ്റും. CRR എന്ന് പറഞ്ഞത് RBI ആരുടെ കയ്യിലേക്ക് കൊടുക്കുന്നതാണ്? CRR എന്ന് പറയുന്നത് ബാങ്കുകൾ RBIയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന പൈസയാണ്. SLR എന്ന് പറയുന്നത് ബാങ്കുകൾ അവരുടെ കയ്യിൽ തന്നെ വെക്കുന്ന പൈസയാണ്. അപ്പോൾ SLR ലോവർ ദാൻ CRR ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 വാല്യൂസ് SLR ഉണ്ട്, CRR ഉണ്ട്. CRR എന്ന് പറയുന്നത് ഇവരെന്ത് ചെയ്യുന്നു? RBIയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. SLR എന്ന് പറയുന്നത് ഈ ബാങ്കുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ബാങ്കുകൾ അവരുടെ കയ്യിൽ തന്നെ വെക്കുന്ന പൈസയാണ്. അപ്പോൾ ബാങ്കുകളുടെ കയ്യിൽ വെക്കുന്നത് പൈസയായിട്ടും അസറ്റുകളായിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ SLR എന്ന് പറയുന്നത് ബാങ്കുകൾ ഈ പറയുന്ന RBIക്ക് കൊടുക്കുന്ന പൈസയേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, 2 വാല്യൂസ് ഉണ്ട്. SLR ഉണ്ട്, CRR ഉണ്ട്. SLR എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കുന്നു? ബാങ്കുകൾ അവരുടെ കയ്യിൽ വെക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. അതിനകത്ത് പണവും ഗോൾഡും അടക്കം പല കാര്യങ്ങളും ഉൾപ്പെടാം. CRR എന്ന് പറയുന്നത് ബാങ്കുകൾ RBIയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന പൈസയാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി എപ്പോഴും CRR, അതായത് RBIയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന പൈസ എപ്പോഴും കുറവും. ബാങ്കുകൾ അവരുടെ കയ്യിൽ നീക്കി വെക്കേണ്ടി വരുന്ന RBI ആണ് റിക്വയർമെൻറ്റ് കൊടുക്കുന്നത്. ഈ SLR വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ SLR എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ CRR ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. RBI സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഫംഗ്ഷനിങ് ഫ്രം 1934 April 1. 1934 എന്താ വന്നിട്ടുള്ളൂ? ആക്റ്റേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം ആ ഓപ്ഷൻ തെറ്റി. നോട്ട്സ് ഇൻ ദ ഡിനോമിനേഷൻ ഓഫ് RE 1 to 1000 ആർ ഇഷ്യൂഡ് ബൈ ദ RBI. നമുക്കറിയാം ബാങ്കുകൾ
RBI എന്ന് പറയുന്നത് നോട്ടുകൾ പ്രധാനമായിട്ടും ഇഷ്യൂ ചെയ്യുന്ന ഒരു ഏജൻസി തന്നെയാണ്. എന്നാലും ഒരു കാര്യം നമുക്ക് അറിയാം, ഈ 1000 വരെയുള്ള നോട്ടുകളിൽ 1 റുപ്പി എന്ന് പറയുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ വകുപ്പാണ് ഇഷ്യൂ ചെയ്യുന്നത്, അത് RBI അല്ല. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കുക. റുപ്പീസ് 1 to 1000 എന്ന് പറയുമ്പോൾ റുപ്പി 1 എന്ന് പറയുന്നത് മാത്രം RBIയുടെ കയ്യിലല്ല വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അത് തെറ്റി, ഇത് തെറ്റാണ്. അപ്പോൾ പോസിബിളി ഇത് തന്നെയായിരിക്കും ആൻസർ. എ ഡിക്രീസ് ഇൻ ബാങ്ക് റേറ്റ് ഈസ് ലൈക്ലി ടു ലീഡ് ടു എ ഡിക്രീസ് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ദ ബാങ്ക്സ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓപ്ഷൻ ഡി ആണ്, ഡിക്രീസ് ഇൻ ബാങ്ക് റേറ്റ് ഈസ് ലൈക്ലി ടു ലീഡ് ടു എ ഡിക്രീസ് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ബാങ്ക്സ്. അതെന്താണ്, ശരിയാണ്. എന്താണ് കാരണം? ദ ബാങ്ക് റേറ്റ് ഈസ് റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ്സ് ലോങ് ടേം ഫണ്ട്സ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഈ പറയുന്ന റേറ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കുക. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ്സ് ലോങ് ടേം ഫണ്ട്സ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അതായത് RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് പൈസ കൊടുക്കുന്നു, അതായത് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ലിക്വിഡ് മണി കൊടുക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, ബാങ്ക് റേറ്റ്. റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ്സ് ലോങ് ടേം ഫണ്ട്സ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അതിനെയാണ് നമ്മളെന്ത് പറയുക, ഈ ബാങ്ക് റേറ്റ് എന്ന് പറയാം. When the RBI lowers this rate, RBI റേറ്റ് കുറയ്ക്കുമ്പോൾ it becomes cheaper for banks to borrow money. RBI ബാങ്ക് റേറ്റ് കുറയ്ക്കുമ്പോൾ കുറച്ച് പൈസയ്ക്ക്, അതായത് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിന് ബാങ്കുകൾക്ക് RBIയുടെ നിന്ന് പൈസ കിട്ടും. അപ്പോൾ allowing them to pass on to the benefit by lowering the interest rate by their charged their customers. അപ്പോൾ RBIയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ എന്താണ്, കുറഞ്ഞ പൈസയ്ക്ക് കുറേ പൈസ എന്ത് കിട്ടുന്നു, ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കിട്ടുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പൈസയിലും ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്നു, കുറച്ച് വയ്ക്കുന്നു. അപ്പോൾ കൂടുതൽ പൈസ കൊടുക്കാനും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിന് കൊടുക്കാനും കാരണമാവും. അപ്പോൾ RBI ബാങ്ക് റേറ്റ് കുറയ്ക്കുമ്പോൾ ഇൻ എഫക്റ്റ് എന്താണ്, കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ അവരുടെ കൺസ്യൂമേഴ്സിന് ബാങ്കുകൾ കൊടുക്കുന്ന റേറ്റിലും എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി കുറവ് വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത് RBIയും അതുമായിട്ട് ബന്ധപ്പെട്ട ഫംഗ്ഷൻസ് ആണ്. RBI എന്ന് വന്നു, ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് വന്നു, RBIയുടെ ആക്ട് എന്ന് വന്നു, RBI എപ്പോൾ നാഷണലൈസ് ചെയ്തു, RBIയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്താണ്, കോൾ മണി മാർക്കറ്റ് എന്താണ്, RBI കൊടുക്കുന്ന റേറ്റുകൾ CRRM SLRനൊക്കെ റെലവൻസ് എന്താണ്, അതുപോലെ നമ്മൾ ബാങ്ക് റേറ്റ് എന്താണെന്നുള്ള കാര്യം പഠിച്ചു. അപ്പോൾ RBIയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനിൽ, അതായത് പ്രധാനമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 2020 ചോദിച്ചിട്ടുള്ള റെലവൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇത്തരം ക്വസ്റ്റ്യൻ തന്നെ RBIയുടെ ഫംഗ്ഷൻസ് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റെലവൻസ് മനസ്സിലാക്കുക, ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പാർട്ടാണ്. റെലവൻസ് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത വീക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു പാർട്ടുമായിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കഷൻസുമായിട്ട് എന്ത് ചെയ്യുന്നു, വരുന്നു. അപ്പോൾ നിലവിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്തുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ആഴ്ച നമുക്ക് അല്ലെങ്കിൽ വീണ്ടും അടുത്ത ദിവസം ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു.